പണ്ടൊരിക്കൽ മമ്മൂട്ടി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുകവലി നിർത്തിയതിന് കാരണം ഒന്ന് എൻ്റെ ശരീരത്തിന് അത് കേടുണ്ടാക്കുന്ന കാര്യമാണ്, മറ്റൊന്ന് ചെറുതല്ലെങ്കിൽ കൂടി ഒട്ടനവധി ജനങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ, അദ്ദേഹത്തെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ സന്ദേശമാണ് ഞാൻ പുകവലിക്കുന്നതിലൂടെ നൽകുന്നത്, അതുകൊണ്ട് നിർത്തുന്നു. അതിനോട് എനിക്ക് അതിയായ റെസ്പെക്റ്റ് ഉണ്ട് മമ്മൂട്ടിയോട്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ ചെയ്യാം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന, അദ്ദേഹത്തെ അനുകരിക്കുന്ന ഒട്ടനവധി പേരുണ്ടെന്നും അത് അവരെ മോശമായി, അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒന്നിലേക്ക് എത്തുമെന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചതിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പുകവലിക്കാം, പുകവലിക്കാതിരിക്കാം, അതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. അതിന് ആരും തന്നെ അദ്ദേഹത്തിന് പോയി കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഒരു സിനിമാ നടനേക്കാൾ ഒട്ടനവധി മുകളിലിരിക്കുന്ന ഒരു പദവിയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിയോ നരേന്ദ്രമോദിയോ ചെയ്യുന്നതൊക്കെ അവരുടെ അനുയായികളെയും ജനങ്ങളെയും സ്വാധീനിക്കും, അതൊക്കെ അവരെ അനുകരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അവർ ആ പൊസിഷനുകളെല്ലാം ഇരിക്കുന്നത്. ഗവർണർ ചെയ്യുന്നതാണെങ്കിൽ കൂടി ആളുകളിലേക്ക് എത്തുന്ന ഒന്നാണ്. അപ്പോഴാണ് നിലമ്പൂരിലെ MLA PV അൻവർ പറയുന്നത്, ഞാൻ MLA ആയിരുന്നില്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിൽ കയറി തല്ലുമായിരിക്കും എന്ന്. അതാ പറഞ്ഞു വരുന്നത്. ആ ഭാഷ കേട്ടാൽ സത്യത്തിൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെപ്പക്കുറ്റിക്ക് അടിക്കേണ്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ MLA അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അനുയായികൾ എന്താണ് കേൾക്കുന്നത്? എന്റെ MLAക്ക് തല്ലാൻ കഴിയില്ല, കാരണം അദ്ദേഹം ഒരു MLA ആണ്. പക്ഷെ എനിക്ക് തല്ലാലോ. ഈ വക സന്ദേശങ്ങളാണ് PV അൻവർ എവിടെയും ഏത് സദസ്സിൽ ചെന്നും സംസാരിക്കുന്നത്. PV അൻവറിനെ അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കാരണം അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം അത് അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഒരു MLA സംസാരിക്കേണ്ട രീതിയാണോ അങ്ങനെ? PV അൻവറിന് എത്ര കോടി അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് PV അൻവറിന് പോലും അറിയാൻ സാധിക്കില്ല, അത്രത്തോളമുണ്ട്. പക്ഷെ അങ്ങനെയാണോ അനുയായികളുടെ കാര്യങ്ങൾ? അദ്ദേഹത്തിനെ കേൾക്കുന്ന, അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന, അദ്ദേഹത്തിനെ അനുകരിക്കുന്ന ആളുകൾ ഒട്ടനവധി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നിലമ്പൂരിൽ വെറുതെ ജയിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ള അനുയായികളുടെ അവസ്ഥ അങ്ങനെയാണോ? PV അൻവറിന്റെ FB പോസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, 1 കിലോമീറ്റർ നീളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടി ഒരിക്കലും ഒരിടത്തു പോലും നവകേരള സദസ്സിനെ കുറിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിനോ നിലമ്പൂരിനെ സംബന്ധിക്കുന്ന വികസനത്തിനെ കുറിച്ചോ ഒന്നും തന്നെ ഒരിടത്തും ചർച്ചയാകുന്നില്ല. ആകെ ചർച്ചയാകുന്നത് മറുനാടൻ മലയാളിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാസ് കാണിക്കുന്ന 2-3 സ്റ്റാറ്റസുകളും റീലുകളും മാത്രമാണ്. PV അൻവറിനെ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പെരുമാറേണ്ട കുറച്ച് ചട്ടങ്ങളുണ്ട്. ഇന്നേ വരെ ഒരിടത്തും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വന്ന് മാസ് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ അവനെ തല്ലുമെന്ന് പറയുന്നത്, ഞാൻ അവനെ കള്ളക്കേസിൽ കുടുക്കുമെന്ന് പറയുന്നതോ ഞാൻ കണ്ടിട്ടില്ല. PV അൻവറിന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്യും, ഏതൊരു മനുഷ്യനും റിയാക്ട് ചെയ്യുന്നത് പോലെ. പക്ഷെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു MLA പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒട്ടനവധി ജനങ്ങളെ സ്വാധീനിക്കുന്ന, സന്ദേശമായി കരുതുന്ന, അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം അനുകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് മറന്നു പോകുന്നു അദ്ദേഹം. ഇനിയെങ്കിലും അദ്ദേഹം അതൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.